ഇന്ന് നമുക്ക് 2022 റിലീസായ എ തേഴ്സ്ഡേ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, പ്ലേ സ്കൂൾ ടീച്ചറായ നൈന ഒരു ദിവസം കുട്ടികളെ എല്ലാവരെയും ലോക്ക് ചെയ്തിട്ട് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ലൈവ് വരികയാണ്. എന്നിട്ട് മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. ആദ്യമായിട്ട് 50 കോടി രൂപ തന്റെ അക്കൗണ്ടിലേക്ക് എത്തണം. കൂടാതെ പ്രൈം മിനിസ്റ്ററിനെ നേരിൽ കാണണം. മാത്രമല്ല, രാകേഷ് കുഷൻ എന്നിങ്ങനെ രണ്ടുപേരെയും പിടികൂടണമെന്നും പോലീസുകാരോടും ആവശ്യപ്പെടുന്നു. അരമണിക്കൂറിൽ കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ ആൽഫബറ്റ് ഓർഡറിൽ ഓരോ കുട്ടികളായിട്ടും കൊല്ലുമെന്നും അവൾ ഭീഷണിപ്പെടുത്തി. ടൈം കഴിഞ്ഞതും എയിൽ തുടങ്ങിയ അഭിജിത്ത് എന്ന പയ്യനെ അവൾ ഷൂട്ട് ചെയ്തു. എന്തിനായിരിക്കാം അവൾ അങ്ങനെ ചെയ്തത്? ആരായിരിക്കാം ഈ രാകേഷ് കുഷൻ? അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ ഒരു പ്ലേ സ്കൂളാണ് കാണിക്കുന്നത്. 3 ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞ് പ്ലേ സ്കൂളിലേക്ക് എത്തുകയാണ് ടീച്ചറായിട്ടുള്ള നൈന. നൈനയാണ് കഥാനായിക. അതേ സമയമായിരുന്നു തന്റെ മകളുമായിട്ട് ഒരമ്മ അവിടേക്ക് എത്തുന്നത്. ഇന്ന് തന്റെ മകളുടെ പിറന്നാളാണെന്നും അമ്മ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പിറന്നാൾ ആഘോഷിക്കാം, ഇന്ന് എന്റെയും കൂടി പിറന്നാളാണെന്നും നൈന പറയുന്നു. അങ്ങനെ ആ ഒരു അമ്മയാണെങ്കിലോ തന്റെ ഡ്രൈവറിന്റെ കൈവശം കേക്ക് വാങ്ങി കൊടുത്തു വിടാമെന്നും പറയും. കുറച്ചു കഴിഞ്ഞതും നൈനയുടെ ഫിയാൻസി ആയിട്ടുള്ള രോഹിത്തും അവിടേക്ക് വരികയാണ്. രോഹിത് ഒരു അഡ്വക്കേറ്റ് ആണ്. മാത്രവുമല്ല, ഇന്ന് നൈനയുടെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ നമുക്കത് ആഘോഷിക്കണമെന്നൊക്കെ രോഹിതും പറയുന്നുണ്ട്. രോഹിത് ഓഫീസിലേക്ക് പോകുവാനായിട്ട് ഇറങ്ങുന്ന സമയമായിരുന്നു ന്യൂസ് കാണുന്നതും. ന്യൂസിൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മായയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഈ പ്രൈം മിനിസ്റ്ററിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാ, എന്തെല്ലാം നല്ല കാര്യങ്ങളൊക്കെയാ അവർ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടാണ് രോഹിത് അവിടെ നിന്ന് പോകുന്നത്. രോഹിത് പോയി കഴിഞ്ഞതും നൈനയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുന്നു. അവളാണെങ്കിൽ കുട്ടികളോട് നിങ്ങൾക്ക് കാർട്ടൂൺ കാണണ്ടേ എന്ന് പറഞ്ഞ് കാർട്ടൂണൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം നേരെ വരുന്നത് ഫോണിനടുത്തേക്കാ. ഫോൺ എടുത്തിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട്, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൈവശമുള്ള 15 കുട്ടികളുടെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞാണ് നൈന കോള് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നൈന തോക്കെടുത്ത് കയ്യിൽ വയ്ക്കുകയാണ്. അതേ സമയമായിരുന്നു ഡ്രൈവർ കേക്കുമായിട്ട് വരുന്നത്. അകത്തേക്ക് കേക്ക് കൊണ്ടുവന്ന് വെക്കുവാനും നൈന പറയുന്നു. അങ്ങനെ അകത്തേക്ക് പോകുന്ന സമയത്താണ് നൈനയുടെ കയ്യിൽ തോക്കിരിക്കുന്ന കാര്യം ഡ്രൈവർ കാണുന്നതും. ഡ്രൈവറിന് എന്തൊക്കെയോ വശപ്പിശൊക്കെ തോന്നുന്നു. ഡ്രൈവർ തോക്ക് കണ്ടുവെന്ന് മനസ്സിലാക്കിയ നൈനയാണെങ്കിൽ ഡ്രൈവറിനെ പിടിച്ച് കെട്ടിയിടുകയാണ്. പ്ലേ സ്കൂളിൽ നൈനയെ ഹെൽപ്പ് ചെയ്യുന്നതിന് സാവിത്രി എന്നൊരു സ്ത്രീയുണ്ട്. സാവിത്രി രാവിലെ തന്നെ തനിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങുന്നതും. പക്ഷേ ഒന്നും പറയാതെ നൈന ലീവും കൊടുക്കുന്നുണ്ടായിരുന്നു. സാവിത്രിയാണെങ്കിൽ പോകുന്ന വഴിയിൽ വെച്ചാണ് തന്റെ ഫോൺ എടുക്കാൻ മറന്നു എന്നുള്ള കാര്യം അറിയുന്നതും. തിരികെ പ്ലേ സ്കൂളിലേക്ക് ചെന്ന് ഫോൺ എടുക്കാമെന്ന് കരുതിയെത്തും. ബാക്ക് ഡോർ ആണെങ്കിലോ ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ സാവിത്രിയുടെ കൈവശം അതിന്റെ ഒരു സ്പെയർ കീ ഉണ്ട്. കീ വെച്ച് ആ ഒരു ഡോർ തുറന്ന് അകത്തേക്ക് കടക്കുന്ന സമയമാണ് അവിടെ ആകെ കുട്ടികൾക്ക് കഴിക്കുവാനായി കൊണ്ടുവന്നിരുന്ന സാൻഡ്വിച്ച് ഒക്കെ തട്ടിക്കിടക്കുന്നത് സാവിത്രി കാണുന്നതും. ഇതെന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചിന്തിച്ച് സാവിത്രി അതെല്ലാം നേരെയാക്കി വെക്കുന്ന സമയമായിരുന്നു അവിടെ ഒരു കസേരയിലായിട്ട് ഡ്രൈവറിനെ കെട്ടിയിട്ടിരിക്കുന്നതും സാവിത്രി കാണുന്നത്. ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി സാവിത്രി എവിടേക്ക് ചെല്ലുന്ന സമയമായിരുന്നു തോക്കും ചൂണ്ടി നൈന നിൽക്കുന്നതും കാണുന്നത്. മാഡത്തിന് ഇത് എന്താ പറ്റിയതെന്ന് സാവിത്രി ചോദിക്കുന്നു. സാവിത്രി നൈന അവിടെ പിടിച്ച് കെട്ടിയിടുകയാണ് ചെയ്തത്. അതിനുശേഷം കുട്ടികൾക്ക് കഴിക്കുവാനായിട്ട് സാൻഡ്വിച്ചും കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതേസമയമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ പ്ലേ സ്കൂളിലേക്ക് എത്തുന്നത്. അവിടുത്തെ സെക്യൂരിറ്റിയോട് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല, കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരുന്ന് TV കാണുകയാണെന്നുള്ള കാര്യവും പോലീസുകാരോട് പറയുന്നു. പോലീസുകാരാണെങ്കിൽ ഡോറിൽ ചെവി വെച്ച് നോക്കുന്ന സമയത്ത് അകത്തു നിന്നും കുട്ടികളുടെ ചിരിയും കളിയും TVയുടെ ശബ്ദവും ഒക്കെയാണ് കേൾക്കുന്നത്. ഒരു പ്രശ്നവുമില്ല എന്ന് ചിന്തിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ പോകുവാനായി ഇറങ്ങുന്ന അതേ സമയം തന്നെയായിരുന്നു നൈനയാണെങ്കിൽ ആകാശത്തിലേക്ക് ഷൂട്ട് ചെയ്യുന്നതും. അത് കണ്ട പോലീസുകാർക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഉടനെ തന്നെ സീനിയർ ഉദ്യോഗസ്ഥയാണെങ്കിൽ നൈനയെ കോൾ ചെയ്യുന്നു. നിനക്ക് എന്താണ് വേണ്ടതെന്ന് പോലീസ് ഉദ്യോഗസ്ഥ ചോദിക്കുമ്പോൾ, എനിക്ക് നിങ്ങളോടല്ല സംസാരിക്കേണ്ടത്, സഹീറിനോടാണെന്നും നൈന പറയുന്നു. സഹീറിനേക്കാൾ സീനിയർ ഉദ്യോഗസ്ഥയാണ് ഞാൻ, എന്നോട് പറയുവാനായിട്ടും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥ പറയുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാണ് നൈന കോള് കട്ട് ചെയ്ത് കളയുന്നതും. അതേസമയം സഹീറിനെ കാണിക്കുന്നു. സഹീറാണെങ്കിലോ നല്ല ഉറക്കത്തില്ല. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ ആ ഒരു പ്ലേ സ്കൂളിന് ചുറ്റും ആരും കാണണ്ട എന്ന് കരുതി എല്ലാവരെയും അവിടെ നിന്ന് മാറ്റുകയാ. ഈ ഒരു വിവരം പുറത്തൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ നൈന ചെയ്യുന്നതോ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഒരു ലൈവ് പോവുകയാണ്. അതിലൂടെ അവൾ കുട്ടികളെ കടത്തിവെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുന്നു. ആ ഒരു ലൈവ് കുട്ടികളുടെ എല്ലാവരുടെയും പാരന്റ്സ് കാണുകയാണ്. പാരന്റ്സ് ഒക്കെ പേടിച്ചു പോകും. അതേ സമയം തന്നെയായിരുന്നു നൈന ഇതുപോലെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടെന്ന്
രോഹിതിനെ കൂട്ടുകാർ വിളിച്ച് പറയുന്നത്. അവൾ എന്തെങ്കിലും പ്രാങ്ക് ചെയ്യുകയാണെന്നാണ് രോഹിത് പറയുന്നത്. എന്നാലൊന്ന് കയറി ചെക്ക് ചെയ്ത് കളയാമെന്ന് കരുതി ലൈവ് കയറി നോക്കുമ്പോഴോ നൈന ചെയ്യുവാനായി പോകുന്ന കാര്യങ്ങളൊക്കെയാണ് അവൾ പറയുന്നതും. രാവിലെ വരെ ഇവൾക്കൊരു കുഴപ്പവുമില്ലായിരുന്നല്ലോ, പെട്ടെന്നെന്താ ഇവളിങ്ങനെ ചെയ്യുന്നത് എന്നായിരുന്നു രോഹിത് ചിന്തിക്കുന്നതും. അതേസമയം തന്നെയായിരുന്നു കുട്ടികൾക്കൊക്കെ ടോയ്ലറ്റിൽ പോകണമെന്ന് ആവശ്യപ്പെടുന്നതും. നൈനയാണെങ്കിലോ സാവിത്രിയോട് ഹെൽപ്പ് ചോദിക്കുക. എന്തെങ്കിലും ചെയ്യുവാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുമെന്നും നൈന വിരട്ടുന്നു. നൈനയാണെങ്കിൽ ആകെ ഭ്രാന്തിളകിയ അവസ്ഥയിൽ നിൽക്കുകയാ. സാവിത്രിയും കുട്ടികളെയും കൊണ്ട് ടോയ്ലറ്റിലേക്ക് പോകുന്നു. മാഡത്തിന് എന്താ പറ്റിയത്? രാവിലെയൊന്നും ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ, നിന്നോട് പറഞ്ഞ പണി ചെയ്താൽ മതി, അല്ലാതെ വേറൊന്നും നോക്കണ്ട. നിന്നെ കെട്ടിയിടാൻ സമയമായി എന്ന് പറഞ്ഞ് സാവിത്രിയെ വിളിച്ചുകൊണ്ടുവന്ന് വീണ്ടും പഴയതുപോലെ ലോക്ക് ചെയ്തു വെക്കുന്നു. കുട്ടികളും പഴയതുപോലെ TV കാണുകയാ. പക്ഷേ നയന കുട്ടികളെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാതെ പാരന്റ്സ് ഒക്കെ ആകെ വെപ്രാളത്തിലും. മാത്രമല്ല അവൾ ലൈവ് ഇട്ടത് കൊണ്ട് തന്നെ ഈ വിവരം പുറത്തായതിന്റെ ടെൻഷനിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരും. നൈനയെ രോഹിത് ഒരുപാട് തവണ കോള് ചെയ്യുന്നു. പക്ഷേ നൈന കോളെല്ലാം കട്ട് ചെയ്ത് കളയുകയാണ്. അതേസമയം തന്നെ നൈന പറഞ്ഞ സഹീർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെത്തുന്നു. സഹീർ നൈനയുമായിട്ട് സംസാരിക്കുവാനും തീരുമാനിക്കുക. ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിട്ടും നീ എന്തുകൊണ്ടാ എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ, ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിട്ടും എന്തുകൊണ്ടാ ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥനെന്ന് നിങ്ങളുടെ പേര് പത്രത്തിലൊക്കെ വരുന്നതെന്നായിരുന്നു നൈനയുടെ മറുപടിയും. നിനക്ക് എന്താണ് വേണ്ടതെന്ന് സഹീർ ചോദിക്കുമ്പോൾ, എനിക്ക് ആവശ്യം 50 കോടി രൂപയാണ്. 50 കോടി രൂപ എത്രയും വേഗം എന്റെ അക്കൗണ്ടിലേക്ക് വരണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോ കുട്ടികളായിട്ട് ഞാൻ കൊല്ലുമെന്നും അവൾ ഭീഷണിപ്പെടുത്തി. മാത്രമല്ല അവളുടെ സോഷ്യൽ മീഡിയ വഴി വീണ്ടും ഒരു ലൈവിലേക്ക് വരികയാണ്. ലൈവിൽ അവൾ പറയുന്നത്, ഞാൻ പറഞ്ഞ കാശ് എന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ കുട്ടികളായിട്ട് ഞാൻ കൊല്ലും. അതും ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും കൊല്ലുന്നത്. ആദ്യം കൊല്ലാൻ പോകുന്ന കുട്ടിയുടെ പേര് അഭിജിത്ത് എന്ന് പറയുന്നു. അഭിജിത്ത് എന്ന കുട്ടിയുടെ അച്ഛനും അമ്മയും ആ ഒരു പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതുപോലെ നൈന ലൈവൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ തങ്ങളുടെ കുട്ടികൾക്ക് എന്തൊക്കെയോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ പാരന്റ്സ് എല്ലാവരും അവിടെ എത്തിയിരുന്നു. അവരെ എല്ലാവരെയും അടുത്തുള്ള കോഫി ഷോപ്പിലേക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ മാറ്റിയിരുന്നതും. അവിടെ അഭിജിത്ത് എന്ന പയ്യന്റെ അച്ഛനും അമ്മയും ഉണ്ട്. തന്റെ മകന്റെ പേര് പറയുന്നത് കേട്ട് അഭിജിത്തിന്റെ അച്ഛനും അമ്മയും പൊട്ടിക്കരയുന്നു. അതേസമയം തന്നെയായിരുന്നു ന്യൂസ് റീഡർ ആയിട്ടുള്ള സോണിയെ കാണിക്കുന്നതും. ഈ സോണി യഥാർത്ഥത്തിൽ രോഹിതിന്റെ എക്സ് ലവർ ആയിരുന്നു. മാത്രമല്ല സോണിയുടെ മകനും പഠിക്കുന്നത് നൈനയുടെ അതേ പ്ലേ സ്കൂളിൽ തന്നെയാണ്. തന്റെ മകൻ ആപത്ത് വരുമോ എന്ന് പേടിച്ച് സോണിയും പൊട്ടിക്കരയുകയാണ്. മാത്രവുമല്ല നൈനയാണെങ്കിൽ കുട്ടികളോട്, നമുക്കൊരു റൈംസ് ചൊല്ലിയാലോ, നിങ്ങൾ കണ്ണടച്ച് റൈംസ് ചൊല്ലണമെന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ കണ്ണടയ്ക്കുവാനായും പറയുന്നു. അതേസമയം നൈനയാണെങ്കിൽ തന്റെ ഫോൺ എടുത്തിട്ട് കുട്ടികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയതിനു ശേഷം ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് അരമണിക്കൂർ മാത്രമാണ് സമയം. അതിനു മുൻപായിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ വിരട്ടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം വിവരമറിഞ്ഞ് ഉയർന്ന ഉദ്യോഗസ്ഥനും എത്തുകയാണ്. സഹീറിനോടും വനിതാ ഉദ്യോഗസ്ഥയായ കാതറിനോടും എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ, അറ്റാക്ക് ചെയ്യാമെന്നായിരുന്നു കാതറിൻ പറയുന്നത്. പക്ഷെ അതിന് സഹീർ സമ്മതിക്കുന്നതേയില്ല. സഹീർ അവിടെ നിന്ന് പോയ അതേ സമയം തന്നെയായിരുന്നു അറ്റാക്ക് ചെയ്യുവാനായിട്ടുള്ള പെർമിഷൻ ഉയർന്ന ഉദ്യോഗസ്ഥൻ കാതറിന് കൊടുക്കുന്നതും. കാതറിനാണെങ്കിൽ ബാക്കിയുള്ള പോലീസുകാരെയും എല്ലാവരെയും റെഡിയാക്കുന്നു. മാത്രമല്ല സിഗ്നലും കട്ട് ചെയ്യുകയാണ്. എന്നാൽ ന്യൂസ് ചാനൽ വഴി പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും ആ ഒരു പ്ലേ സ്കൂളിനെ വളഞ്ഞ കാര്യം നൈനയ്ക്ക് മനസ്സിലായി. അതേസമയം സിഗ്നലും കട്ടാവുകയാണ്. മൊബൈലിലെ വൈഫൈയും കട്ടാകുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നൈന ചിന്തിക്കുകയാണ്. നൈന ഉടനെ തന്നെ കുട്ടികളോട്, നിങ്ങൾ എല്ലാവരും ചെവി പൊത്തിക്കോ, ഇവിടേക്ക് ബാഡ് പീപ്പിൾ വരിക, ഞാൻ അവരെ ഷൂട്ട് ചെയ്യുവാനായി പോവുകയാണെന്നും നൈന പറയുന്നു. അതിനുശേഷം കുട്ടികൾ ചെവി പൊത്തിയ അതേ സമയം തന്നെയായിരുന്നു ഡോറ് തുറന്ന് പുറത്തേക്ക് വെടിവെക്കുന്നതും. അത് കേട്ട് പോലീസുകാരൊക്കെ ഒന്ന് ഞെട്ടിപ്പോകുന്നു. മാത്രമല്ല കഥക് ലോക്ക് ചെയ്തതിനു ശേഷം ഒരു കുട്ടി അവളുടെ അടുത്തേക്ക് വരികയാണ്. ആ കുട്ടി അഭിജിത്തായിരുന്നു. നമുക്ക് ഷൂട്ട് ചെയ്ത് കളിക്കാമെന്ന് അവളോട് പറയുന്നു. ആ, നമുക്ക് ഷൂട്ട് ചെയ്ത് കളിക്കാമല്ലോ എന്ന് പറഞ്ഞ് കുട്ടിയോട് തിരിഞ്ഞു നിൽക്കുവാനായിട്ടും അവൾ ആവശ്യപ്പെടുന്നു. എന്നിട്ട് തോക്കെടുത്ത് ആ കുഞ്ഞിനെ ഷൂട്ട് ചെയ്യുക. അതെല്ലാം അവൾ ലൈവിലൂടെ പുറത്തുവിടുകയും ചെയ്യുന്നു. നൈന തന്റെ ഫോണിലെ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്താണ് ഇപ്പോൾ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നതും. വീഡിയോ കണ്ട് അഭിജിത്തിന്റെ അച്ഛനും അമ്മയും ആകെ തകർന്നു പോകുന്നു. ഈ വിവരമറിഞ്ഞ സഹീറാണെങ്കിൽ കാതറിനെ ഒരുപാട് വഴക്ക് പറയും. നിന്റെ എടുത്തുചാട്ടം കൊണ്ടാ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്, ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായതെന്ന് പറഞ്ഞ് കാതറിനെ ഒരുപാട് വഴക്ക് പറയുന്നു. മാത്രവുമല്ല നൈനയെ വിളിക്കുന്ന സഹീറാണെങ്കിൽ, നിന്റെ അക്കൗണ്ടിലേക്ക് പറഞ്ഞ കാശ് എത്തിയിട്ടുണ്ട്, കുട്ടികളെയൊക്കെ വെറുതെ വിടണമെന്ന് ആവശ്യപ്പെടും. എന്നാൽ നൈന പറയുന്നത്, പറ്റില്ല,
എനിക്കിനിയും ആവശ്യങ്ങളുണ്ട്. രാകേഷ്, കുഷൻ എന്നിങ്ങനെ രണ്ടുപേരെ ഞാൻ പറയുന്നിടത്തേക്ക് കൊണ്ടുവരണം. മാത്രമല്ല എനിക്ക് പ്രൈം മിനിസ്റ്ററിനോട് സംസാരിക്കണമെന്നും അവൾ ആവശ്യപ്പെടുന്നു. ഈ രണ്ട് കാര്യങ്ങളും നടക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടാണ് സഹീർ കോള് കട്ട് ചെയ്ത് കളയുന്നത്. പ്രൈം മിനിസ്റ്ററിനെയും കാണിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഈ ഒരു വിവരം അറിയിക്കുകയും ചെയ്യും. മാത്രമല്ല രാകേഷിനെയും കുഷനെയും കണ്ടുപിടിക്കുവാനായിട്ടുള്ള എല്ലാ ഏർപ്പാടും സഹീർ ചെയ്യുന്നുമുണ്ട്. അതേസമയം കുട്ടികൾക്കടുത്തിരിക്കുന്ന നൈനയ്ക്കാണെങ്കിൽ കുട്ടികൾ ഓരോരുത്തരും തന്നെ ദയനീയമായി നോക്കുന്നത് പോലെയും ഞങ്ങളെ വെറുതെ വിടണമെന്ന് അപേക്ഷിക്കുന്നത് പോലെയും ഒക്കെ തോന്നുന്നു. അവൾക്ക് ആകെ സങ്കടം വരികയാണ്. മാത്രവുമല്ല അവളെക്കുറിച്ച് വരുന്ന ന്യൂസും മീംസും ഒക്കെ കണ്ട് അവൾക്ക് ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നു. അവൾ പറഞ്ഞ കാശ് അക്കൗണ്ടിൽ വന്നതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ പുറത്തേക്ക് വിടുകയാണ്. കുട്ടി ജീവനോടുകൂടി തിരികെ വന്നതിന്റെ സന്തോഷമായിരുന്നു ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും. നൈന തന്റെ ആവശ്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെയായിരുന്നു രോഹിത് അവിടേക്ക് വരുന്നതും. രോഹിത്തിനോട് സഹീർ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. നൈനയ്ക്ക് ഇങ്ങനെയാണ് തോക്ക് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ തനിക്കറിയത്തില്ല എന്നാണ് രോഹിത് പറഞ്ഞത്. നൈനയ്ക്ക് വേറെ ബന്ധുക്കളാരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മ ഇവിടെയാണ് താമസമെന്നുള്ള കാര്യവും രോഹിത് പറയുന്നു. അതേസമയം തന്നെയായിരുന്നു കാത്രീനും കൂട്ടരും എങ്ങനെയെങ്കിലും ആ ഒരു പ്ലേ സ്കൂളിനകത്തേക്ക് കടക്കണമെന്നും കരുതുന്നത്. പ്ലേ സ്കൂളിനകത്തേക്ക് അവർ കടക്കുകയാണ്. അവിടെ മാകെ പരിശോധിക്കുന്ന സമയത്ത് ഡിപ്രഷന്റെ ടാബ്ലറ്റും കാണുന്നു. ഡിപ്രഷന്റെ ടാബ്ലറ്റ് കിട്ടിയ കാര്യം ഉടനെ തന്നെ കാത്രീൻ വിളിച്ച് സഹീറിനെ അറിയിക്കുകയാണ്. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ കണ്ടിട്ടുണ്ടല്ലോ. പ്രൈം മിനിസ്റ്റർ നൈനയുമായിട്ട് സംസാരിക്കുവാനായും തീരുമാനിക്കുന്നു. നൈനയോട് സംസാരിക്കുമ്പോൾ നൈന പറയുന്നത് എനിക്ക് ഇതുപോലെ ഫോൺ വഴി സംസാരിക്കാനല്ല താല്പര്യം, ഫേസ് ടു ഫേസ് സംസാരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുമെന്നും അവൾ പറയുകയാണ്. പക്ഷേ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഫേസ് ടു ഫേസ് സംസാരിക്കുവാനായിട്ട് തയ്യാറല്ലല്ലോ. സഹീർ നൈനയെ വിളിച്ച് ഒരുപാട് വഴക്ക് പറയുകയാണ്. പക്ഷേ നൈന തന്റെ തീരുമാനത്തിൽ നിന്നും ഒരിക്കലും പിന്നോട്ടേയില്ല. അതേ സമയത്തായിരുന്നു ഡിപ്രഷന്റെ ഗുളിക കിട്ടിയ കാര്യം കാത്രീൻ വിളിച്ച് സഹീറിനോട് പറഞ്ഞതും. സഹീർ ഉടനെ തന്നെ രോഹിതിനെ കാണുവാൻ വേണ്ടിയിട്ടും പോകും. അതേ സമയമായിരുന്നു രോഹിതിനെ അവന്റെ എക്സ് ലവറായിട്ടുള്ള സോണിയെ വിളിക്കുന്നതും. എന്റെ കുഞ്ഞിന് ഒരു ആപത്തും സംഭവിക്കരുത്, അവനെ എങ്ങനെയെങ്കിലും സേഫ് ആക്കണമെന്ന് പറഞ്ഞ് സോണിയെ കരയുന്നു. അതേ സമയത്തായിരുന്നു സഹീർ അവിടേക്ക് വരുന്നതും. സഹീർ രോഹിതിനെ ഒരുപാട് വഴക്ക് പറയും. ഞാൻ നിന്നോട് പലതവണ ചോദിച്ചില്ലേ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അവളുടെ വീട്ടിൽ നിന്നും ഡിപ്രഷന്റെ ഗുളിക കിട്ടിയെന്നുള്ള കാര്യം സഹീർ പറയുമ്പോൾ അവൾക്ക് മുൻപ് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, അവളുടെ അച്ഛൻ മരിച്ച സമയം. പക്ഷേ പിന്നീട് അതൊക്കെ മാറി. ഇപ്പോൾ ഡിപ്രഷന്റെ ഗുളിക കഴിക്കുന്ന കാര്യമൊന്നും എനിക്കറിയത്തില്ല എന്നും രോഹിത് പറയുന്നു. രോഹിത് പറയുന്നതെല്ലാം സോണിയെ ഫോൺ വഴി കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡിപ്രഷൻ കാരണമായിരിക്കാം അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും സോണിയ കരുതും. അങ്ങനെ രണ്ടാമതൊരു കുട്ടിയെ കൂടി പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ആ കുട്ടി സത്യത്തിൽ സോണിയുടെ കുഞ്ഞായിരുന്നു. സോണിയയ്ക്കും ഒരുപാട് സന്തോഷമാകും. പ്രൈം മിനിസ്റ്റർ വരില്ല എന്നുള്ള കാര്യം സഹീർ വിളിച്ച് നൈനയോട് പറയുന്നു. അതറിഞ്ഞതോടുകൂടി ദേഷ്യം വന്ന നൈനയാണെങ്കിൽ ഉടനെ തന്നെ ഒരു കുട്ടിയെ വിളിച്ചിട്ട് അതിന്റെ ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം ഡ്രൈവറിന്റെയും സാവിത്രിയുടെയും ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് ഒരു പോൾ ഇടുന്നു. ഇതിൽ 3 പേരിൽ ആരെയാണ് അടുത്തത് കൊല്ലേണ്ടത്? പ്രൈം മിനിസ്റ്റർ വരാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നായിരുന്നു നൈന പോസ്റ്റ് ചെയ്തതും. അതെല്ലാം പ്രൈം മിനിസ്റ്റർ അറിയിക്കുക. ഞാൻ പോകില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ എന്തായാലും അവളെ നേരിട്ട് കാണുവാനേ തീരുമാനിച്ചുവെന്നും പ്രൈം മിനിസ്റ്റർ പറയുന്നു. പ്രൈം മിനിസ്റ്ററിന്റെ സേഫ്റ്റിയെക്കുറിച്ച് ചിന്തിച്ച ഓഫീസർമാരാണെങ്കിൽ അതിന് തയ്യാറാകുന്നതേയില്ലായിരുന്നു. അതേസമയം സോണിയ രോഹിതുമായിട്ട് സംസാരിച്ച ആ ഒരു വോയിസ് റെക്കോർഡില്ലേ, അത് തന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണിക്കുന്നു. ഇപ്പോൾ കിട്ടിയ ലേറ്റസ്റ്റ് ന്യൂസാണ് ഇത്, ഞാൻ പുറത്തുവിടാം, എനിക്ക് പ്രൊമോഷൻ തരണമെന്നും സോണിയ ആവശ്യപ്പെടുന്നു. പ്രൊമോഷൻ കൊടുക്കാമെന്ന് ആ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതുകൊണ്ട് തന്നെ ന്യൂസിലൂടെ ആ ഒരു വോയിസ് റെക്കോർഡ് പുറത്തുവിടുകയാണ്. എന്നിട്ട് നൈനയ്ക്ക് മാനസിക പ്രശ്നമാണെന്നും ഡിപ്രഷന്റെ ഗുളിക കഴിക്കുകയാണെന്നും ഒക്കെയാണ് ന്യൂസിൽ വരുന്നതും. സോണി ഇതെല്ലാം ന്യൂസിലൂടെ പറയുന്നത് കേൾക്കുന്ന നൈനയ്ക്ക് ആകെ ദേഷ്യം വരികയും സോണിയെ വിളിക്കുകയാണ് നൈന. എന്നാൽ ആ കോള് വരുന്നതും ലൈവായിട്ട് കണക്ട് ചെയ്യുവാനായിട്ടും ആ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു. നൈന പറയുന്നത് എനിക്ക് ഇതുവരെ മാനസികമായിട്ട് ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഞാൻ പറഞ്ഞതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഭ്രാന്തിയായി മാറുക തന്നെ ചെയ്യും. പിന്നെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല എന്നും നൈന പറയുന്നു. അത് കേട്ട് സോണിയയ്ക്കും പേടിയാവുകയാണ്. അതേസമയം തന്നെയായിരുന്നു നൈനയുടെ അമ്മ ഒരു യോഗ സെന്ററിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ അമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയും ചെയ്യുന്നു. നൈന നേരെ എത്തുന്നത് ഡ്രൈവറിനടുത്തേക്കാണ്. ഏറ്റവും കൂടുതൽ പോള് കിട്ടിയിരിക്കുന്നത് നിനക്കാണല്ലോ, അപ്പോൾ നിന്നെ കൊല്ലാമെന്ന് നൈന പറയും. അതേസമയം സാവിത്രി തനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ നൈനയാണെങ്കിൽ സാവിത്രിയുടെ കയ്യിലെ കെട്ടഴിച്ചു വിടുകയാണ്. സാവിത്രി പക്ഷേ നൈനയെ അറ്റാക്ക് ചെയ്യും. സാവിത്രി മാത്രമല്ല ഡ്രൈവറും ഉണ്ടായിരുന്നു. നൈനയും ഡ്രൈവറും ഗണ്ണിൽ കിടന്ന് പിടിവലി നടത്തുന്നത് കൊണ്ട് തന്നെ ഗണ്ണ് ഫയർ ആവുകയാണ്. ഈ ഒരു ശബ്ദം പുറത്തു നിൽക്കുന്നവരെല്ലാവരും കേൾക്കുന്നത് കൊണ്ട് തന്നെ അകത്ത് എന്തൊക്കെയോ സംഭവിച്ചുവെന്നും ന്യൂസിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതേസമയം വെടിയേറ്റത് സത്യത്തിൽ ഡ്രൈവറിന്റെ കാലിലാണ്. ഡ്രൈവറിനെ പഴയതുപോലെ കെട്ടിയിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നൈന അടുത്തൊരു വീഡിയോയും കൂടി പുറത്തുവിടുകയാണ്. ആരെയും കൊന്നിട്ടില്ല,
ഇത് ഞങ്ങൾ തമ്മിലുള്ള പിടിവലിയിൽ ഗണ്ണ് ഫയറായി ഡ്രൈവറിന്റെ കാലിൽ കൊണ്ടു, അത്രയേ ഉള്ളൂ. ഇതുവരെയും ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് പറയുമ്പോഴും നൈനയുടെ മുഖത്ത് ചെറിയ ബ്ലഡിന്റെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പ്രൈം മിനിസ്റ്റർ കാണുകയാണ്. എല്ലാവർക്കും ചെറുതായിട്ട് പേടിയാകുവാനൊക്കെ തുടങ്ങി. അതേസമയം തന്നെയായിരുന്നു അവിടെ കേക്ക് ഇരിക്കുന്നത് നൈന കാണുന്നത്. ഒരു കുട്ടിയുടെ പിറന്നാളായിരുന്നല്ലോ. കേക്ക് കട്ട് ചെയ്യുവാനായിട്ടും നൈന തീരുമാനിക്കുന്നു. കേക്ക് കട്ട് ചെയ്യുന്ന സമയം തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാർക്കൊപ്പം കേക്ക് കട്ട് ചെയ്ത കാര്യമൊക്കെ നൈനയ്ക്ക് ഓർമ്മ വരും. നൈന കേക്ക് കഴിച്ചുകൊണ്ടിരുന്ന സമയം തന്നെ ആ ഒരു സ്കൂൾ ബസ്സിലെ ഡ്രൈവറായിട്ടുള്ള രാകേഷ് തന്നെ വല്ലാതെ നോക്കുന്നതായിട്ടും നൈന ശ്രദ്ധിക്കുന്നത്. ആ ഒരു കാര്യമൊക്കെ നൈന ഓർക്കുകയും ഒക്കെ ചെയ്യും. അതേസമയം പ്രസന്റിൽ രാകേഷിനെ കാണിക്കുന്നു. രാകേഷിനെ പോലീസുകാരെല്ലാവരും കൂടി പിടികൂടുകയാണ്. രാകേഷ്, കുഷൻ എന്നിങ്ങനെ രണ്ടുപേരുടെ പേരാണല്ലോ നൈന ആവശ്യപ്പെട്ടിരുന്നതും. അതിൽ കുഷനെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാകേഷിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർ നൈനയെ നേരിട്ട് കാണുവാനായിട്ടും തീരുമാനിക്കുകയാണ്. ആ ഒരു കാര്യം സഹീർ നേരെ നൈനയെ അറിയിക്കുന്നു. ഇനി ആരെയും അപകടപ്പെടുത്തരുതെന്നും പ്രത്യേകം സഹീർ പറയുന്നുണ്ട്. നൈനയുടെ അമ്മയെ കൊണ്ടുവന്നിട്ട് സഹീർ എന്താണ് നൈന ഇങ്ങനെ ആകാൻ കാരണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് ഞെട്ടിക്കുന്നൊരു കാര്യം അമ്മ പറയുന്നത്. എന്റെ മകൾ ഇങ്ങനെ ആകുവാനായിട്ടുള്ള കാരണം നിങ്ങൾ തന്നെയാണ്. 2007 നിങ്ങളുടെ അടുത്ത് ഒരു കേസ് വന്നത് ഓർമ്മയുണ്ടോ? നിങ്ങൾ കാരണമാണ് അവൾ ഇങ്ങനെ തന്നെ ആയതെന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. 2007 കാലഘട്ടത്തില് നൈനയുടെ അമ്മയാണെങ്കിൽ തന്റെ മകളെ രണ്ടുപേർ ചേർന്ന് റേപ്പ് ചെയ്തു എന്നൊരു കംപ്ലൈന്റ് കൊടുക്കുവാനായും എത്തിയിരുന്നു. സഹീറിനടുത്താണ് കംപ്ലൈന്റ് കൊടുക്കുവാനായും എത്തിയിരുന്നത്. ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് സഹീർ അമ്മയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ സഹീറാണെങ്കിൽ മറ്റൊരു കേസിൽ തിരക്കായതുകൊണ്ട് തന്നെ നൈനയുടെ ഈ ഒരു കേസ് മൈൻഡ് ചെയ്തതേയില്ല. നിങ്ങൾ അന്ന് ആ ഒരു കേസ് പരിഗണിച്ചിരുന്നുവെന്നുണ്ടായിരുന്നെങ്കിൽ ആ രണ്ട് കുറ്റവാളികളും രക്ഷപ്പെടില്ലായിരുന്നു. നിങ്ങൾ കാരണമാണ് എന്റെ മകൾ ഇങ്ങനെ ആയതെന്ന് പറഞ്ഞ് അമ്മ പൊട്ടിക്കരയുന്നു. രോഹിതാണെങ്കിൽ അമ്മയെ സമാധാനിപ്പിക്കുകയാണ്. അതേസമയം തന്നെയായിരുന്നു കുറ്റബോധം താങ്ങാനാകാത്ത സഹീറാണെങ്കിൽ സങ്കടപ്പെട്ട് പുറത്തേക്ക് വരുന്നതും. സഹീറിനടുത്തേക്ക് കാതറിനും എത്തുകയാണ്. എന്താണ് കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും 2007 കാലഘട്ടത്തിൽ ഒരു കേസ് സംബന്ധിച്ച് ബിസിയായിരുന്നു. ആ ഒരു കേസ് നന്നായിട്ട് നടത്തിയത് കൊണ്ടാണ് നമുക്ക് പ്രൊമോഷൻ കിട്ടിയത്. ആ ഒരു കേസിൽ ബിസി ആയതുകൊണ്ട് തന്നെ 2 റേപ്പിസ്റ്റ് രക്ഷപ്പെട്ടു പോയി. അതിലിരയാക്കപ്പെട്ട പെൺകുട്ടിയാണ് നൈന എന്നുള്ള കാര്യവും സഹീർ പറഞ്ഞ് കരയുന്നു. കാത്രീനും അത് കേട്ട് സങ്കടം സഹിക്കാനായില്ല. അതേ സമയത്തായിരുന്നു എസ്കോട്ടോട് കൂടി പ്രൈം മിനിസ്റ്റർ അവിടേക്ക് എത്തുന്നതും. നൈനയുടെ അടുത്ത് സംസാരിക്കുവാനായി തീരുമാനിക്കുകയാണല്ലോ പ്രൈം മിനിസ്റ്റർ. അതിനു വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നതും. നൈനയെ കാണുവാനെത്തിയ പ്രൈം മിനിസ്റ്ററിനോട് നൈനയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം സഹീർ പറയുന്നു. ഉടനെ തന്നെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ നൈനയെ കോൾ ചെയ്യുകയാണ്. ഇവിടെ മുന്നിൽ വരെ എത്തിയിട്ട് എന്തുകൊണ്ട് അകത്തേക്ക് കടക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ നിന്നെ പോലൊരു കൊലയാളിക്കടുത്തേക്ക് ഞാൻ എന്ത് ധൈര്യത്തിലാണ് വരുന്നതെന്നും പ്രൈം മിനിസ്റ്റർ പറയുന്നു. അതേസമയമായിരുന്നു സാവിത്രി എവിടേക്ക് വരുന്നത്. സാവിത്രിക്കൊപ്പം ഒരു കുട്ടിയുമുണ്ട്. ആ കുട്ടി മറ്റാരുമല്ല, അഭിജിത്തായിരുന്നു. അഭിജിത്തിനെ നൈന ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ തറയെ വീണ് അഭിനയിക്കണമെന്ന് മുൻപേ നൈന കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. ഒരു ഗെയിമായിട്ട് അവൾ കളിച്ചിരുന്നു. അതാണ് ആ ഒരു കുട്ടിയും അഭിനയിച്ചത്. എന്നിട്ട് അഭിജിത്തിനെ പുറത്തേക്ക് വിടുകയാണ്. അതോടുകൂടി അഭിജിത്തിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന്. ഇനി ധൈര്യത്തോടു കൂടി വരാമല്ലോ എന്ന് പറഞ്ഞ് സഹീറിനെയും വിളിച്ചിട്ട് സഹീറും ഒപ്പം വരണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ സഹീറാണെങ്കിൽ പ്രൈം മിനിസ്റ്ററിനെ കൊണ്ട് അകത്തേക്ക് കടക്കുകയാണ്. പ്രൈം മിനിസ്റ്ററിനൊപ്പമുള്ള കമാൻഡോമാരാണെങ്കിൽ അവർ കണക്ക് കൂട്ടുന്ന സമയത്തിൽ പ്രൈം മിനിസ്റ്റർ പുറത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യുവാനായിട്ട് നിൽക്കുകയാണ് മറ്റുദ്യോഗസ്ഥരൊക്കെ. അതേസമയം അകത്തേക്ക് കടന്ന പ്രൈം മിനിസ്റ്ററിനോട് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് നൈന. നൈനയുടെ അക്കൗണ്ടിൽ 50 കോടി രൂപ വന്നില്ലേ? ഈ 50 കോടി രൂപയും റേപ്പ് വിക്ടിംസിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണമെന്നുള്ള കാര്യവും നൈന പറയുന്നു. മാത്രമല്ല അവൾ ഒരു കാര്യം കൂടി ആവശ്യപ്പെടുകയാണ്. ഇനി ഇതുപോലെ റേപ്പ് ചെയ്യുന്നവന്മാർക്ക് മരണശിക്ഷ വേണം വിധിക്കാൻ. ആ ഒരു നിയമം കൊണ്ടുവരണമെന്നും അവൾ ആവശ്യപ്പെടും. പക്ഷേ അത്ര പെട്ടെന്നൊന്നും അത് കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് പ്രൈം മിനിസ്റ്റർ പറയുന്നത്. അതെന്താ കഴിയാത്തത്? റേപ്പ് ചെയ്യുന്നവന്മാർ സ്വതന്ത്രമായിട്ട് ഈ ലോകത്ത് കറങ്ങി നടക്കുന്നു. പക്ഷേ ഇരയാക്കപ്പെട്ടവർ മാത്രം ആത്മഹത്യ ചെയ്തും അവരുടെ ജീവിതം ഇല്ലാതാക്കി കളയുന്നു. ഒരു പെൺകുട്ടി റേപ്പിന് ഇരയാക്കപ്പെട്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മെഴുകുതിരി കത്തിച്ചത് കൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുമോ? ഇല്ലല്ലോ. എനിക്ക് സംഭവിച്ചത് ഇന്നും എൻ്റെ ചെവിയിൽ തന്നെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അന്ന് ഒരുപാട് കരഞ്ഞതാണ്. പക്ഷേ എന്നിട്ട് പോലും എനിക്കൊരു നീതിയും കിട്ടിയതേയില്ല. ഇതുപോലെ തന്നെ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് കേട്ട് പ്രൈം മിനിസ്റ്റർ പറയുന്നത്, നിന്നോട് അങ്ങനെ ചെയ്ത രാകേഷിനെ പിടികൂടിയില്ലേ? ഉടനെ തന്നെ കുഷനെയും പിടികൂടുമെന്നുള്ള കാര്യം പ്രൈം മിനിസ്റ്റർ പറയുന്നു. എന്നാൽ അത് കേട്ട് നൈന പറയുന്നത്, രാകേഷ് എന്നെ റേപ്പ് ചെയ്തിട്ടില്ല. എന്നെ റേപ്പ് ചെയ്തത് കുഷനാണ്. രാകേഷിന്റെ 2 കൈയും പിടിച്ചു വെക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ നിങ്ങൾക്കൊരിക്കലും കുഷനെ കണ്ടെത്താൻ കഴിയില്ല.
കാരണം നിങ്ങൾക്ക് പിന്നിൽ തന്നെ അയാൾ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നൈന പറയുന്നു. അത് കേട്ട് പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ കാണുന്നത് സഹീറിനെയും. സത്യത്തിൽ സഹീർ അല്ല അത് ചെയ്തത്. സഹീറിന് പിന്നിലായിട്ട് ഡ്രൈവർ നിൽക്കുകയാണ്. അതെ, ഡ്രൈവർ തന്നെയാണ് കുഷൻ. പണ്ട് നൈന പഠിച്ചിരുന്ന സ്കൂൾ ബസ്സിലെ ഡ്രൈവറായിരുന്ന കുഷനാണെങ്കിൽ ഇപ്പോൾ ആ ഒരു പേരെല്ലാം മാറ്റിയിട്ട് നൈനയുടെ സ്റ്റുഡന്റ് ആയിട്ടുള്ള നിഹാരികയുടെ അമ്മ ഏർപ്പാടാക്കിയ പുതിയ ഡ്രൈവറായിട്ട് എത്തിയിരിക്കുകയാണ്. നൈന പറയുന്നത്, ആദ്യമായിട്ട് നിഹാരികയുടെ അമ്മ തന്റെ പുതിയ ഡ്രൈവർ എന്ന് പറഞ്ഞ് ഇയാളെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ മറക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഓർക്കുകയുണ്ടായി. അന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഇയാളായിരുന്നല്ലോ അന്ന് തന്നെ റേപ്പ് ചെയ്തതെന്നുള്ള കാര്യവും എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് നിഹാരികയെക്കുറിച്ച് ആലോചിച്ചായിരുന്നു പേടി. എന്നോടിങ്ങനെ ചെയ്തവനൊക്കെ സ്വതന്ത്രമായിട്ട് മറ്റൊരു പേരിൽ ചുറ്റിത്തിരിയുകയാണല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യവും അവൾ പറയുകയാണ്. ഇതെല്ലാം വീഡിയോ വഴി പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നിഹാരികയുടെ അമ്മയും അത് കാണുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാകും. അതേസമയം തന്നെ നൈന പറയുകയാണ്, ഇങ്ങനെ ചെയ്യുന്നവന്മാരൊന്നും ഒരിക്കലും ജീവനോട് കൂടി ഇരിക്കാൻ പാടില്ല, ഇവരെയൊക്കെ കൊല്ലണമെന്നും നൈന പറയുന്നു. ഇവൾക്ക് മാനസിക പ്രശ്നമാ, ഞാൻ കുഷനൊന്നുമല്ല, ഞാൻ അങ്ങനെയൊന്നും ആരോടും ചെയ്തിട്ടില്ല എന്ന് ആ ഡ്രൈവർ ബഹളം വെക്കുന്നു. അത് കേട്ട് ദേഷ്യം വന്ന നൈനയാണെങ്കിൽ അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടുകയാണ്. എന്നാൽ ഈ ഡ്രൈവർ ആണെങ്കിലോ സഹീറിന്റെ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് നൈനയെ ഷൂട്ട് ചെയ്യുവാനായി മുരുങ്ങുന്ന സമയത്തായിരുന്നു ആ ഒരു ഗണ്ണ് ലോക്കാണെന്നുള്ള കാര്യവും അയാൾക്ക് മനസ്സിലായത്. എന്നാൽ നൈനയാണെങ്കിൽ അയാളെ തുരുതുരാ വെടിവെക്കും. അതോടെ ഡ്രൈവർ മരണപ്പെടുകയാണ്. അതേസമയമായിരുന്നു അകത്തേക്ക് മറ്റുള്ള പോലീസുകാർ കയറുന്നതും. നൈനയെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. കുട്ടികളെ എല്ലാവരെയും അവരുടെ അച്ഛനെയും അമ്മയും ഏൽപ്പിക്കുകയാണ്. മാത്രമല്ല പുറത്തേക്കിറങ്ങുന്ന നൈനയെ കാണുന്ന രോഹിത് ആണെങ്കിൽ അവളെ നോക്കി സല്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ നടന്നു വരികയായിരുന്ന നൈനയാണെങ്കിൽ സഹീറിനെ നോക്കി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുകയാണ്. സഹീറും പുഞ്ചിരിക്കുന്നു. സഹീറിനടുത്തേക്ക് കാതറിനും എത്തുകയാണ്. രണ്ടുപേരും ചേർന്ന് പ്ലാൻ ചെയ്തതായിരുന്നു യഥാർത്ഥത്തിൽ ആ ഒരു ഗണ്ണ് ലോക്ക് ചെയ്തത്. അത് കാതറിന്റെയും സഹീറിന്റെയും പ്ലാനായിരുന്നു. അത് നന്നായിട്ട് നൈനയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവൾ പുഞ്ചിരിച്ചതും. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നൈന ഷൂട്ട് ചെയ്തതെന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചുനാൾ മാത്രമേ നൈനയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നുള്ളൂ. അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജനങ്ങൾ അവളെ രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിച്ചതും. നൈന ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുകയാണ്. മറ്റൊരു വശത്ത് പ്രൈം മിനിസ്റ്റർ പുതിയൊരു നിയമം കൊണ്ടുവരുന്നു. റേപ്പ് ചെയ്യുന്നവർക്കൊക്കെ കടുത്ത ശിക്ഷയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതും. ആ ഒരു വാർത്തയാണെങ്കിൽ പത്രത്തിലൂടെയൊക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. സിനിമ അവസാനിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയുകയാണ്. ഈ സിനിമ കാണുന്ന 2 മണിക്കൂറിൽ 8 മിനിറ്റും ഓരോ പെൺകുട്ടികൾ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണെന്ന് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.